ശരി, എന്തായാലും നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് ഒന്ന് പോയി കളയാം. സേഫ് സൈൻ ലാബിനും തിരുവനന്തപുരം വിജിൻ വായന്തോടുമുണ്ട്. ആദ്യം സേഫിലേക്ക് പോകണം. സേഫ്, ഈ വോട്ടെണ്ണൽ കാണാൻ വേണ്ടി പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് രാഷ്ട്രീയ നേതാക്കളൊക്കെ എവിടെയായിരിക്കും, അവരെവിടെയായിരിക്കും വോട്ടെണ്ണൽ കാണുക? പലരും മത്സരിക്കുന്നുണ്ട്, അവർ കൗണ്ടിംഗ് സ്റ്റേഷനിലുണ്ടാവുമോ? ആ പ്രമുഖരൊക്കെ എവിടെയൊക്കെയാണുള്ളത് ഈ സമയത്ത്? കേരളത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ കൂടുതൽ പേരും തിരുവനന്തപുരത്തുണ്ട്. അജിംസ്, ഇപ്പോ വി.ഡി. സതീശൻ, അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലായിരിക്കും വോട്ടെണ്ണൽ കാണുക എന്നാണ് നമുക്ക് രാവിലെ കിട്ടുന്ന വിവരം. ഒരുപക്ഷെ UDF അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം KPCC ഓഫീസിലേക്ക് എത്തിച്ചേരും. രമേശ് ചെന്നിത്തല, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹം ഹരിപ്പാടേക്ക് പോകാൻ സാധ്യതയുള്ളൂ. KC വേണുഗോപാൽ, അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ട്. IK ആന്റണി തിരുവനന്തപുരത്തുണ്ട്. CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MV ഗോവിന്ദൻ, MA ബേബി, ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലാണ് നിലവിലുള്ളത്. BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേമത്തെ സ്ഥാനാർത്ഥിയായിരുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, പിന്നീട് കാട്ടാക്കടയിൽ മത്സരിച്ച കൃഷ്ണദാസ്, D. മുരളീധരൻ അടക്കമുള്ള നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് ഉണ്ട് താനും. അങ്ങനെ ഈ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരേണ്ട ദിവസത്തിൽ മിക്ക നേതാക്കന്മാരും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ നൽകേണ്ട, KPCC അധ്യക്ഷന്റെ കാര്യം പറയാൻ മറന്നുപോയി, അദ്ദേഹവും തിരുവനന്തപുരത്ത് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം പ്രതികരണങ്ങൾ വരേണ്ട ദിവസം അവരെല്ലാവരും തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ്. KPCC ആസ്ഥാനത്ത് പ്രത്യേക പന്തലൊരുക്കിയിട്ടുണ്ട്. ചൂട് കാരണം പന്തലൊരുക്കിയെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്ന വിശദീകരണം. പക്ഷേ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്, അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പന്തൽ അവർ ഒരുക്കിയിരിക്കുന്നത്. AKG സെന്ററിൽ സാധാരണഗതിയിൽ അങ്ങനെ വലിയ ആഘോഷ പരിപാടികളൊന്നും വോട്ടെടുപ്പിന്റെ ദിവസം അത് 2016 കണ്ടിട്ടില്ല, 2021 കണ്ടിട്ടില്ല, 2011 കണ്ടിട്ടില്ല. അവിടെ ഓഫീസിലെ ജീവനക്കാരുണ്ടാകും, അതുപോലെ തന്നെ പാർട്ടി അണികളുണ്ടാകും. ഇനി ഭരണം തുടർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി അണികളുടെ എണ്ണം കൂടും, AKG സെന്ററിന്റെ മുന്നിൽ ആൾ കൂടും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടി ഓഫീസുകളും, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പാർട്ടി ഓഫീസുകളും, AKG സെന്ററും ഇന്ദിരാഭവനും അതുപോലെ തന്നെ മാരാർജി ഭവനും, ഈ 3 പാർട്ടി ഓഫീസുകളും ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8:30-9 മണിയോട് കൂടി തന്നെ അതിന്റെ ഒരു ആവേശം നമുക്ക് പ്രകടമാകും. നല്ല ദൃശ്യങ്ങൾ വരാൻ പോകുന്നത് മുന്നിലാണ്. ഏത് പാർട്ടിയാണോ മുന്നേറ്റം ഉണ്ടാക്കുന്നത് അവിടുത്തെ അതിന്റെ സംസ്ഥാന ആസ്ഥാനത്ത് ആളുകൾ കൂടുക, ബഹളം വയ്ക്കുക, അല്ലെങ്കിൽ ആഘോഷം, പടക്കം പൊട്ടിക്കുക, മധുരം വിതരണം ചെയ്യുക. ഇന്ന് ഒരു 12 മണിയാകുമ്പോൾ ഏത് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന് മുൻപാകെയാണ് ആരാധകരും അണികളും അനുഭാവികളും തടിച്ചുകൂടുക, പടക്കം പൊട്ടിക്കുക, ഡോല കൂട്ടുക? 12 മണിയാണോ? 11 മണിയാകുമ്പോൾ അറിയാൻ പറ്റും. 11 മണി 10:30 ആകുമ്പോൾ തന്നെ ഒരു മൂഡ് അറിയാൻ പറ്റുന്നതാവുന്നു. ശരി, അപ്പൊ തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ മുമ്പിലോ, ഇന്ദിരാഭവന്റെ മുമ്പിലോ, മാരാർജി ഭവന്റെ മുമ്പിലോ എവിടെയാണ് ആള് കൂടുക, ആഘോഷത്തിന്റെ വർണ്ണം ആദ്യം ഉയരുക എവിടെയാണ് എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം.